വണക്കം മക്കളെ, വണക്കം. വേടൻ്റെ വാക്കുകളാണ്, പുള്ളി സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതുതന്നെ ആയിക്കോട്ടെ നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കം. ഇന്ത്യ പാകിസ്ഥാനിട്ട് പണി കൊടുത്തു, നല്ല ചിമിട്ടം പണി കൊടുത്തു. വേടൻ്റെ പാലസ്തീൻ എന്നാണ് നമ്മുടെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ വരിക? ചേടാ, എന്ത് പറഞ്ഞാലും ഇവനെന്തിനാണ് ഈ വേടൻ്റെ മെക്കിട്ട് കയറുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. മെക്കിട്ട് കയറും, കാരണം വേടൻ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ വേടൻ്റെ മെക്കിട്ട് കയറും. വേടൻ്റെ മാത്രമല്ല, പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ ഒരുത്തിനും എനിക്ക് ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇസ്രായേലി സപ്പോർട്ടറാണ്. സിമ്പിൾ. എൻ്റെ രാജ്യത്തിനൊപ്പം നിൽക്കുന്നത് ആരാണോ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അവരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ രാജ്യത്തിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്നെ പറയാൻ മേലെ ഈ കണ്ണി കണ്ട ആളുകൾക്ക് എല്ലാവർക്കും പാലസ്തീനെയും ഹമാസിനെ സപ്പോർട്ട് ചെയ്യാമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയാനുള്ള റൈറ്റും എനിക്കില്ലേ? അതുകൊണ്ട് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇത് തന്നെ പറയും. അയ്യോ, കുറേ പാലസ്തീൻ അനുകൂലികൾ വന്നിരിക്കുന്നു, ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇവരെയൊക്കെ കയ്യും കാലും കെട്ടി നേരെ പാലസ്തീനെ കൊണ്ടിട്ടേക്കണം. അവിടെ ജീവിക്കുകയോ അവിടെ കിടന്ന് പാട്ട് പാടുവോ എന്തെങ്കിലും ചെയ്തോളാൻ പറയണം. അല്ല പിന്നെ ഈ വേടനെ പോലുള്ളവർ എന്തുകൊണ്ടാണ് ഈ പാലസ്തീനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത്? അവരെന്താ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ കാണുന്നില്ലേ? കാശ്മീരി പണ്ഡിറ്റുകളെ കാണുന്നില്ലേ? അവരെക്കുറിച്ചൊക്കെ എന്താ പാട്ടുണ്ടാക്കാത്തത്? എന്തുകൊണ്ടാണ്? അതായത് തീവ്രവാദികളെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ നിലനിൽപ്പുള്ളൂ. മനസ്സിലായോ? അതായത് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവരും അങ്ങനെയുള്ളവരും എല്ലാം ഒറ്റക്കെട്ടാണ്. അപ്പോൾ അവരെ സൂചിപ്പിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുള്ളൂ എന്നൊരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ പലരും പറയാൻ സാധ്യതയുള്ളൊരു കാര്യം ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പറയാം. പാലസ്തീനിൽ കുറേ കുഞ്ഞു കുട്ടികൾ വരെ മരിച്ചു വീഴും, നിനക്കൊന്നും അതൊന്നും കാണാൻ മേലേടാ എന്നായിരിക്കും ചോദിക്കുന്നത്. ശരിയാണ്, സങ്കടമുണ്ട്. പക്ഷേ നിങ്ങൾ പാലസ്തീനെ അനുകൂലിച്ചോ? പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്രായേലിനെ തള്ളിപ്പറയുന്നത്? ഇസ്രായേലാണല്ലോ അങ്ങോട്ട് വെടിവെക്കുന്നതും ബോംബ് കൊണ്ടിടുന്നതും ഒക്കെ അല്ലേ? അതുകൊണ്ടാണല്ലോ അല്ലേ? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങോട്ട് ബോംബിടുന്നത്? അതെന്താ ആരും പറയാത്തത്? അതിൻ്റെ കാരണക്കാരാരാണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഹമാസിനെ തള്ളിപ്പറയാത്തത്? പലസ്തീനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് യാതൊരു ധാരണയില്ലാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉദാഹരണ സഹിതം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒന്ന് ശ്രമിച്ച് നോക്കാം. ഒന്ന് കേട്ട് നോക്ക്. അതായത് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് പേര് കയറി വരുന്നു. അവർ നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിന് ശേഷം ഇവർ നമ്മുടെ തൊട്ട അയൽവക്കത്തെ വീട്ടിലിട്ട് ഇവർ ആക്രമണം അഴിച്ചു വിടുന്നു. അതായത് ആ കല്ല് പെറുക്കി എറിയുന്നതെന്ന് തന്നെ കൂട്ടിക്കോ, എറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പം ഗതികെട്ട് അയൽവക്കംകാരൻ ഇറങ്ങി വന്നിട്ട് തിരിച്ച് കല്ലെടുത്ത് എറിയാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അവരുടെ പ്രിയപ്പെട്ട അയൽവക്കംകാരായ നമ്മളെ ഫ്രണ്ടിൽ നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് തിരിച്ച് ഒരു ചെറിയ കല്ല് പോലും എടുത്ത് എറിയാൻ മേലാത്ത അവസ്ഥയായി. കാരണം എറിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളുന്നത് അവരുടെ അയൽവക്കംകാർക്കിട്ടാണല്ലോ, നമ്മൾ സ്നേഹബന്ധത്തിലിരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവർ വീണ്ടും കല്ല് പെറുക്കി എറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇതിനിടയ്ക്ക് ഇവരുടെ ആക്രമണം കൂടി വന്നു കഴിഞ്ഞപ്പം അയൽവക്കത്തിലുള്ള ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ചുമ്മാ ഇരിക്കുമോ? അവരെടുത്ത് വെച്ചിട്ട് 2 ബോംബ് എടുത്ത് എറിഞ്ഞു. അവർ ഈ അയൽവക്കംകാർ, അതായത് നമ്മളെ കൊല്ലണം എന്നാഗ്രഹിച്ചല്ല അവർ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് നിവൃത്തിയില്ല. അതായത് അവർ തിരിച്ച് ആക്രമിച്ചില്ലെങ്കിൽ വീണ്ടും അവരുടെ വീട്ടിൽ ഓരോരുത്തർ മരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അവസാനം അവർ ഗതി കെട്ടിട്ട് ഒരു ബോംബ് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു നിന്ന ആൾക്കാരെല്ലാം കണ്ടോ, അയൽവക്കംകാരൻ ബോംബിട്ട് അവരെല്ലാം കൊന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണക്കാരാരാ? നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ഈ തീവ്രവാദികൾ. അപ്പോൾ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തണ്ടേ? ഈ തീവ്രവാദികളെയാണോ അതോ അയൽവക്കംകാരെയാണോ? അയൽവക്കംകാരൻ ഗതി കെട്ടിട്ടാണ് ഇങ്ങോട്ട് ബോംബെടുത്തെറിഞ്ഞത്. ഇതിലും സിമ്പിളായിട്ട് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നവർ മനസ്സിലാക്കുക. അതായത് ഈ വേടനെ പോലെയുള്ളവർ നിങ്ങൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തു, പക്ഷേ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇസ്രായേലിനെ അല്ല കുറ്റം പറയേണ്ടത്, ഹമാസിനെ പോലെയുള്ളവരെയാണ് കുറ്റം പറയേണ്ടത്. പക്ഷേ അവർക്കെതിരെ നിങ്ങളൊരു ചെറുവിരൽ പോലും അനക്കത്തില്ലല്ലോ. അനക്കിക്കഴിഞ്ഞാൽ പണി കിട്ടും, അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇസ്രായേലിനെ കുറ്റം പറയുക, നമ്മുടെ രാജ്യത്തിരുന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തന്നെ കുറ്റം പറയുക. ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലല്ലേ ഉള്ളൂ ഇവർക്ക് സപ്പോർട്ട് കിട്ടുകയുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ രാജ്യത്തെ അനുകൂലിച്ച് മറ്റേതൊക്കെ രാജ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇസ്രായേൽ, അമേരിക്ക, UK, UAE, റഷ്യ, സൗദി അറേബ്യ, ഓസ്ട്രേലിയ, ജർമ്മനി, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയെ അനുകൂലിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇസ്രായേലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇസ്രായേലിനെ സ്നേഹിക്കണ്ടേ അതോ പലസ്തീനെ സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നമ്മുടെ രാജ്യത്തിനൊരു ആപത്ത് വരുമ്പം നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആരൊക്കെ, അവരെ വേണ്ടേ നമ്മൾ സ്നേഹിക്കാൻ? അല്ലാതെ കണ്ട പാലസ്തീനെയും ഹമാസിനെ അനുകൂലിക്കുന്നവരെയൊക്കെ അങ്ങോട്ട് തട്ടുക വേണ്ടത്. നിങ്ങൾ അവിടെ പോയി ജീവിച്ചോളാൻ പറയണം. ഷേവ് ഗാസ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കിടന്ന് ഇവിടെ കരയുന്നുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ കരയുന്നവരെല്ലാം അങ്ങോട്ട് വിടണം. ഇവരൊന്നും വേറെ ഒന്നും കാണത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബംഗ്ലാദേശിലോട്ട് നോക്കത്തില്ല, കാശ്മീരി പണ്ഡിറ്റുകളെ കാണത്തില്ല. അതുകൊണ്ട് പലസ്തീൻ്റെ കൊടിയും പുറച്ചുകൊണ്ട് വന്ന് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന പാട്ടും പാടുന്ന വേടനോട് താല്പര്യവുമില്ല. വേടന് യാതൊരു പിന്തുണയും. എൻ്റെ പിന്തുണയൊന്നും വേടൻ ആവശ്യമില്ല. എന്നിരുന്നാലും എനിക്ക് പറയാം, ഇങ്ങനെ പറയുന്നതുകൊണ്ട് എന്താ? വേടനെ പിന്തുണച്ചില്ലെങ്കിൽ പറഞ്ഞാൽ ഇമാർ അശ്ലീല വർത്താനവും തെറിയും പറയും.
അല്ല പിന്നെ ഇവന്മാരുടെ ആയി നല്ലതുമെല്ലാം വീഴുമോ? ഒരിക്കലും വീഴത്തില്ല. കാരണം വേടനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ അത്രയും സംസ്കാരമുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. വേടൻ സ്റ്റേജിൽ കയറിയിട്ട് തെറിവ് വിളിക്കാറില്ലേ? ആ തെറിവിളി കേട്ടല്ലേ ഇവന്മാർ ആനന്ദിക്കുന്നത്. അപ്പം വേടൻ്റെ ഫാൻസിനും ആ സംസ്കാരമല്ലേ കാണത്തുള്ളൂ. അതെൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇവന്മാരുടെ വായന്ന് നല്ല വർത്താനം എല്ലാം വീഴുമോ? ഒരിക്കലുമില്ല. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ വേടനെ പിന്തുണച്ചില്ല. അതുകൊണ്ട് നീ സവർണനാണ്, നീ മറ്റേതാണ്, മറിച്ചാണ്, തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം വിളിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യാനായിട്ടാന്ന് പറ? 1000 കുടത്തിൻ്റെ വായടച്ച് മൂടാം, ഒരു മനുഷ്യൻ്റെ വായടച്ച് മൂടാൻ പറ്റുമോ?